സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ നിങ്ങൾ വേഗത്തിലെ വാക്യം എടുത്താട്ടെ, 29-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം. ഇവിടെ മണവാളന്റെ സ്നേഹിതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണും. യോഹന്നാൻ സ്നാപകനെയാണ് മണവാളന്റെ സ്നേഹിതൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ തന്നെ നോക്കി പറഞ്ഞ പദമാണ്, ഞാനോ കുറയണം, അവനോ വളരണം. മണവാളന്റെ സ്വരം ഞാൻ കേട്ടു. മണവാളന്റെ സ്നേഹിതനാകുന്ന ഞാൻ മണവാളന്റെ സ്വരം കേട്ടു. കല്യാണം നടന്നിട്ടില്ല, ഇനി ഉടനെ കല്യാണമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇനി കുറയുക. മണവാളനെ അവതരിപ്പിക്കാനാണ് ഞാൻ വന്നേ, മണവാളനെ പ്രസന്റ് ചെയ്യാനാണ് ഞാൻ വന്നേ, മണവാളനെ കാട്ടിത്തരാനാണ് ഞാൻ വന്നേ. മണവാളനെ ഞാൻ എടുത്തു കാണിച്ചിരിക്കുന്നു. ഈ നിൽക്കുന്നതാണ് മണവാളൻ, വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു തന്നെ. ഹല്ലേലൂയ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ. നമ്മുടെ കർത്താവായ യേശു, മണവാളനായ യേശു. ഇവിടെ യോഹന്നാൻ അരങ്ങൊഴിയും മുമ്പേ, ചിരച്ഛേദനം ചെയ്യപ്പെടുന്നതിന് മുമ്പേ, യോഹന്നാൻ മാറുന്നതിന് മുമ്പേ യോഹന്നാൻ വ്യക്തമായി പറയുന്നു, ഞാൻ മണവാളന്റെ ശബ്ദം കേട്ടിട്ടാ പോകുന്നേ. എനിക്ക് മണവാട്ടിയില്ല, പക്ഷെ ഇവന് ഞാൻ പരിചയപ്പെടുത്തുന്ന, എൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും യോഗ്യൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ വ്യക്തി, ഇവന് മണവാട്ടിയുണ്ട്, എനിക്ക് മണവാട്ടിയില്ല. ഇവന് മണവാട്ടിയുണ്ട്. മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. ഇനി സുവിശേഷം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിയോ, ഈ ആശയം ഇങ്ങനെ 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 വരികയാണ്. ഈ ആശയം വന്ന് സുവിശേഷത്തിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ യോഹന്നാൻ വരുന്നു, മണവാളൻ്റെ സ്നേഹിതൻ വരുന്നു, മണവാളൻ്റെ സ്നേഹിതൻ മണവാളനെ പ്രസന്റ് ചെയ്യുന്നു, മണവാളൻ മണവാട്ടിയെ തിരഞ്ഞെടുക്കുന്നു. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് കല്യാണമാണ്. ഹലോ, ഹല്ലേലൂയ. നല്ല ശതമാനം ആൾക്കാർ വിചാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സംഭവം എന്നാന്ന് ചോദിച്ചാൽ, മധ്യാകാശത്തിൽ മണവറയിൽ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ജീവിതം, വിവാഹ ജീവിതം, യേശുവിൻ്റെ കൂടെയുള്ള വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെ അക്കരെ നിൽക്കുന്നത് തീരത്തേ ഉള്ളൂ, മണവാളിനും മണവാട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ തീരുകയുള്ളൂ എന്നാണ് ചിന്തിക്കുന്നത്. ഈ ചിന്തയോടുള്ള ബന്ധത്തിലാണ് പല പാട്ടുകൾ ഉത്ഭവിച്ചിരിക്കുന്നത്. മണവാളൻ വരും, കാന്തം വരും, കാന്ത പോകും, നമ്മൾ അങ്ങനെയാണ് ഈ ടൈപ്പിൽ വന്നിരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടെ ഗഹനമായ ആശയം ഇപ്പോൾ തന്നെ ബൈബിളിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങൾ വായിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചില്ലേ, ഇവിടെ തുടങ്ങുന്നത് മണവാളനും മണവാട്ടിയും എന്ന ആശയത്തിലാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളൊന്ന് താഴേക്ക് എൻ്റെ കൂടെ ഒന്ന് വരണം. 29-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. യോഹന്നാൻ അരങ്ങൊഴിയും മുമ്പേ യോഹന്നാൻ വിളിച്ചു പറയുന്നത്, എനിക്ക് സന്തോഷം പൂർത്തിയായി, കല്യാണത്തിന്റെ അടുക്ക വരെ എത്താൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ, ഒട്ടനെ കല്യാണമാണ്. ഹലോ, ഒന്ന് മിണ്ടിക്ക്. കല്യാണമായിട്ട് നിങ്ങൾക്കൊരു സന്തോഷമില്ല? ഒട്ടനെ കല്യാണമാണ്, ഒട്ടനെ മാരേജ് നടക്കാൻ പോവാ. അതിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, മണവാളൻ്റെ സ്വരം കേട്ടിട്ട് ഞാൻ പോവാ. ഇനി കല്യാണം നടക്കാൻ പോവാ. ഹല്ലേലൂയ. കല്യാണത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ. ഓക്കെ, ഒരു വാക്യത്തിലേക്കും കൂടെ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നാട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നെടുത്താട്ടെ. നിങ്ങളുടെ ബൈബിൾ തുറന്നാട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നെടുത്താട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വന്നാട്ടെ. അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പെട്ടെന്ന് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, 5-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ്. 22 മുതൽ 22 തുടങ്ങിക്കേ. ഭാര്യമാരെ 22 എഫെസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് തുടങ്ങിക്കേ. ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. അപ്പൊ നോക്കിക്കേ, മണവാളൻ മണവാട്ടി എന്ന വിളി ലേഖനത്തിലേക്ക് വന്നപ്പോ മാറി. പിന്നെ എന്നെ ഇപ്പൊ വിളിച്ചിരിക്കുന്നേ ഭാര്യമാരെ. അപ്പൊ ആരോ പറയുന്നു, എഫെസ് ലേഖനം 5-ാം അധ്യായത്തിൽ ഭൂമിയിലെ ഭാര്യയെ പറ്റിയല്ല ഇത് പറയുന്നേ, ഭൂമിയിലെ ഭാര്യയോടല്ലേ പറയുന്നേ. അങ്ങനെ തന്നെയാ കേട്ടോ, ഭൂമിയിലെ ഭാര്യയോട് തന്നെയാ പറയുന്നത്.
താഴേക്കൊന്ന് വായിച്ചു നോക്കിയേ. 5:22. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. ഇവിടെ എല്ലാം പറയുന്നത് ഭർത്താവും ഭാര്യയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, താഴെ അടുത്തത്. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. 25-ാമത്തെ വാക്യം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യമാരെ സ്നേഹിപ്പീൻ. 26-ാമത്തെ വാക്യം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയും തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എനിക്കൊരു കല്യാണം നടത്താനുള്ള മൂടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. കറ, ചുളുക്കം മുതലായവയൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവനെല്ലാം ശരീരത്തെ സ്നേഹിക്കുന്നു. നോക്കിയോ വാക്ക്, നോക്കിയോ. ഓക്കെ, ആശയം നിങ്ങളൊന്ന് കണ്ടാട്ടെ. ആരും എത്രാം വാക്യം അത് എനിക്ക് കിട്ടിയില്ല, വേഗം വായിക്കേ. 29-ാമത്തെ വാക്യം, 5:29. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അതിനെ പോറ്റി പുലർത്തുക അത്രേ വേണ്ടത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലയോ. 31-ാമത്തെ വാക്യം. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നു, ഇരുവരും ഒരു ദേഹമായി തീരുന്നു. 32-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് വായിക്കണമേ. 5-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ സ്വാഭാവികമായും കുറ്റപ്പെടുത്തുന്ന ഭാര്യയെ കാണാൻ കഴിയും. ഭാര്യ നീ കേട്ടോടി, സകലത്തിലും കീഴടങ്ങിയിരിക്കണം. കേട്ടല്ലോ, ഹല്ലേലൂയ. ഭർത്താവ് ഭാര്യയെ നോക്കിയിട്ട് തിരിച്ചു പറയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ് വചനം കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കും. പക്ഷെ താഴേക്ക് വരുമ്പോൾ പറയുക ഈ മർമ്മം വലിയത്. അടുത്തൊന്ന് വായിച്ച് 32-ാമത്തെ വാക്യം. ഈ മർമ്മം വലിയത്. ഞാൻ വായിക്കേ. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയും കിടക്കുന്നു. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്ര പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഭാര്യ ആര്? ഇവിടുത്തെ ഭർത്താവ് ആര്? ഉറക്കെ പറയൂ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. സുവിശേഷത്തിൽ വന്നപ്പോഴെല്ലാം മണവാളിനും മണവാട്ടിയായിട്ട് നിൽക്കുക, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുക. പക്ഷെ ലേഖനത്തിലേക്ക് വന്നപ്പോഴത്തേക്കും മട്ടുമാറി. ഹലോ, ലേഖനങ്ങളിലേക്ക് വന്ന 5:22 മുതൽ വായിച്ചപ്പം ഭാര്യയെ ഒതുക്കി ഭർത്താവ്, കേട്ടല്ലോ, സകലത്തിലും കീഴടങ്ങിയിരുന്നോണം. ഓക്കെ. ഭർത്താവ് മറുഭാഗത്ത് അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഇപ്പോഴും ആ അപ്പനോടും അമ്മയോടും സ്നേഹമല്ലേ. രണ്ടുപേരും വഴക്കെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് 5:32 വായിക്കുന്നേ. ഇത് നിങ്ങളെ രണ്ടുപേരെയും ചൊല്ലി പറഞ്ഞതല്ല, കർത്താവിനെയും സഭയെയും ചൊല്ലി പറഞ്ഞതാണ്. കിടക്കുന്നു. തല്ലുണ്ടാക്കിയതെല്ലാം വെറുതെയായി. എന്നെ പറയാൻ ആഗ്രഹിച്ചത് ഈ മർമ്മം വലിയത്. വായിച്ച വാക്ക്, ഈ മർമ്മം വലിയത്. 5:32 വായിച്ചേ. ഈ മർമ്മം വലിയത്. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളെയും ക്രിസ്തുവിനെയും സഭയെയും പറഞ്ഞേ. ക്രിസ്തുവിനെയും സഭയെയും. ഈ രണ്ട് പദം ഒന്ന് ഇവിടുത്തെ അലങ്കാരിക പ്രയോഗം ഒന്ന് ഉപയോഗിച്ച് പറഞ്ഞേ. ഭാര്യയെയും ഭർത്താവിനെയും ഉദ്ദേശിച്ചത്രേ ഞാൻ പറഞ്ഞത്. മണവാളനെയും മണവാട്ടിയെ ഉദ്ദേശിച്ച് പറയുന്നു നല്ല പറഞ്ഞേ. ഹലോ, നിങ്ങൾ ഇതിന്റെ ആശയം ഒന്ന് പിക്ക് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ മിണ്ടിക്കേ. ഹല്ലേലൂയ. സുവിശേഷം ആരംഭിച്ചപ്പോൾ സുവിശേഷത്തിലെ പ്രയോഗത്തിൽ കണ്ടപ്പോൾ മണവാളൻ മണവാട്ടി ഇപ്പൊ കല്യാണം നടക്കും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇതാണ്ടാ ക്രൂശീകരണമൊക്കെ കഴിഞ്ഞു. മണവാട്ടിയാകുന്ന സഭയ്ക്ക് ചങ്കിലെ ചോര കൊടുത്തു. ചങ്കിലെ ചോരയാൽ മണവാട്ടിയാകുന്ന സഭയെ വിളിച്ചു. അവളുമായി ഉഭയസമ്മതത്തിൽ ഏർപ്പെട്ടു. യേശുവിൻ്റെ കൂടെയുള്ള പുതിയ ജീവിതം ആരംഭിച്ചു.
നിത്യജീവനെ അകത്ത് പ്രാപിച്ചു. മണവാളനെ അകത്ത് സ്വീകരിച്ചു. മണവാളൻ അകത്ത് വന്നു. ഇരുവരും ഒരു ദേഹമായി. യേശുവിൻ്റെ കൂടെയുള്ള ഭാര്യ ഭർത്തൃ ബന്ധം ആരംഭിച്ചു കഴിഞ്ഞു. കരമടിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെന്ന് ആരംഭിക്കാനിരിക്കുന്ന ഒരു ജീവിതമായിട്ടാണ് പലരും ഇതിനെ കാണുന്നേ. പക്ഷേ അല്ലവേ അല്ല, ഇവിടെ വെച്ച് തന്നെ അവൻ നിങ്ങളുടെ ആത്മ മണവാളനും അവൻ നിങ്ങളുടെ ഭർത്താവും നിങ്ങളവൻ്റെ ഭാര്യയുമായി മാറിയിരിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഒന്ന് രണ്ട് വാക്യം കൂടെ ഇതിന് ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ എടുക്കാം. കാരണം ഇത് എത്രയോ മണിക്കൂറുകൾ വിശദീകരിച്ച് പഠിപ്പിക്കേണ്ട ഒരു പോർഷനാണെന്നറിയോ. കാരണം നിലവിലുള്ള ആശയങ്ങൾക്ക് മുഴുവൻ ഒരു കോൺട്രഡിക്ഷനാണ് ഞാൻ ഈ സംസാരിക്കുന്ന ഭാഗമെന്ന് എനിക്കറിയാം. കാരണം നമ്മളെല്ലാം ചിന്തിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, കാന്തം വരാറായി, ഇനിയിപ്പോൾ കല്യാണം നടക്കും. ഓക്കെ, കാന്തം വരാറായി, ഞാനും പോകാറായി. അനുദിനം നമ്മളിങ്ങനെ ഉടുപ്പൊക്കെ തേച്ചും എനിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉടുപ്പ് എപ്പം മണി അടിക്കും ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കും. അപ്പം അന്നേരം നമ്മൾ പറയുന്നു, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു, വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ. സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ച പോലെ നിങ്ങൾ, അപ്പോൾ വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ വാക്യങ്ങളെല്ലാം വെച്ച് നമ്മളിങ്ങനെ ഉടുപ്പ് തയ്ച്ച് കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് എഫെസ് ലേഖനം പറയുന്നത്, ആണ്ട്രാ കിടക്കുന്നു, ജീവിതം തുടങ്ങി, ഭാര്യ ഭർത്താക്കന്മാരായി, പുതിയ ജീവിതം തുടങ്ങി. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്നതാണെന്ന് അറിയുമ്പോഴാണ് ക്രിസ്ത്യൻ ലൈഫ് ഇന്ന് വാസ്തവത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത്. കരമടിച്ചൊന്നുകൂടെ യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒന്നുകൂടെ എൻ്റെ കൂടെ വന്നാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം ഒന്ന് വന്നാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ ഒന്ന് വന്നാട്ടെ. 7-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളാണ് വായിക്കുന്നത്. അതിൽ ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി 4-ാമത്തെ വാക്യം വായിക്കാം. 3-ാമത്തെ വാക്യം കൂടെ വേണേൽ ചേർത്ത് വായിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ. റോമാലേഖനം 7-ാം അധ്യായത്തിലെ സാഹചര്യം ഞാനൊന്ന് പെട്ടെന്ന് പറയാൻ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. റോമാലേഖനം 7-ാം അധ്യായത്തിലെ സാഹചര്യം ഞാനൊന്ന് പെട്ടെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് വേണ്ടി. ശ്രദ്ധിച്ച് കേട്ടോ. ന്യായപ്രമാണം എന്ന ഭർത്താവിൻ്റെ കീഴിലായിരുന്നു കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ന്യായപ്രമാണമാകുന്ന ഭർത്താവിൻ്റെ കീഴിലായിരുന്നു. ന്യായപ്രമാണമാകുന്ന ഭർത്താവിൻ്റെ കീഴിലായിരുന്ന കാലത്തെ പ്രശ്നം എന്നാണെന്നറിയോ? ഈ ന്യായപ്രമാണമാകുന്ന ഭർത്താവ് കർക്കശക്കാരനാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന വ്യവസ്ഥക്കാരനാണ്. ഒരു തരത്തിലും അയാളുടെ കൂടെ സ്വസ്ഥതയോടെ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന വ്യവസ്ഥയ്ക്ക് കീഴിൽ നിന്ന് യേശു വന്ന് എന്നെ വിടുവിച്ചു. ന്യായപ്രമാണമാകുന്ന ഭർത്താവുമായി എനിക്ക് ഡിവോഴ്സ് നടന്നു. ന്യായപ്രമാണമാകുന്ന ഭർത്താവുമായി എനിക്ക് ഡിവോഴ്സ് നടന്നു. യേശു ആകുന്ന ഭർത്താവുമായി എൻ്റെ വിവാഹം നടന്നു. ഹല്ലേലൂയ. യു ആർ ഡിവോഴ്സ്ഡ് വിത്ത് ദ ലോ. നിങ്ങൾ ന്യായപ്രമാണം സംബന്ധിച്ച് ഡിവോഴ്സ് ആയിരിക്കുന്നു. ന്യായപ്രമാണവും നിങ്ങളുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. ഈ പറയുന്ന ആശയങ്ങളൊക്കെ കുറച്ച് ഗംഭീരമാണ്. ഒന്ന് പെട്ടെന്ന് വിശദീകരിക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് കരം ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഓക്കെ. 2-ാം വാക്യം പോലെ ഞാൻ വായിക്കാം. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ജീവിച്ചിരിക്കുന്ന ഭർത്താവുള്ള എത്രയും കാലം ഭാര്യ ഭർത്താവുമായി കെട്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഭർത്താവ് മരിച്ചാൽ കെട്ട് പൊട്ടപ്പെടുന്നു. സിമ്പിൾ. ആശയം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇവിടെ ഭർത്താവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ന്യായപ്രമാണത്തെയാണ്. അതുകൊണ്ടാണ് അവൾ ഭർത്തൃന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ന്യായപ്രമാണത്തെയാണ്. അവൾ വ്യവസ്ഥകളിൽ നിന്ന് ഒഴിവുള്ളവളായി. ഇനി 3-ാമത്തെ വാക്യം. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന പേർ വരും. വ്യഭിചാരിണി എന്ന പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന പേര് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രയാകുന്നു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4-ാമത്തെ വാക്യം. അതാണ് എല്ലാവരും വായിക്കേണ്ടത്. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറെ ഒരുവന് ആകേണ്ടതിന് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു.
ന്യായപ്രമാണം എന്ന ആദ്യ ഭർത്താവുമായിട്ടുള്ള ബന്ധം യേശു തൻ്റെ ശരീരത്തിൽ നിയമം വഹിച്ചു മരിച്ചതോടെ നിങ്ങൾക്ക് തീർന്നു. നിങ്ങളിപ്പോൾ വേറെ ഒരാളുടെ വകയായി, നിങ്ങൾ വേറെ ഒരാളുടെ വകയായി മാറിയത് ആരുടെ വകയാണെന്നറിയാമോ? കർത്താവാകുന്ന ഭർത്താവിൻ്റെ വക. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ലേഖനങ്ങളിൽ മണവാളനും മണവാട്ടി അല്ല, ഭാര്യയും ഭർത്താവുമാണ്. ഞാൻ ആവർത്തിക്കട്ടെ ആ പ്രയോഗം. ലേഖനങ്ങളിൽ മണവാളനും മണവാട്ടിയുമല്ല, ഭാര്യയും ഭർത്താവുമാണ്. എന്താ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം? എന്താ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം? മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം, രണ്ടുപേരും രണ്ട് കരയ്ക്ക് നിൽക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താ? ഇരുവരും ഒരു ദേഹമാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് അറിയില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. മണവാളനും മണവാട്ടിയും രണ്ടുപേരും രണ്ട് തരക്ക് നിൽക്കുന്നവരാ, എന്നാൽ ഭാര്യയും ഭർത്താവും ഒരു ശരീരമായി തീർന്നവരാ. അത് 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഈ മർമ്മം വലിയത്. ഞാൻ കർത്താവിൻ്റെ സഭയെ ഓർത്താ ഇത് പറയുന്നത്. ഏത് മർമ്മം വലിയത്? ഇരുവരും ഒന്നായി തീരും. ഹല്ലേലൂയ. ഇനി അവരുടേതൊന്നും ഇവരുടേതൊന്നുമില്ല. അവരുടേത് എൻ്റേതും എൻ്റേത് അവരുടേതുമായി മാറും. ഇങ്ങനെ ഒരു ഡീപ്പ് ഇൻറ്റിമസി റിലേഷൻഷിപ്പ്, ഒരു അഭേദ്യമായ സ്നേഹത്തിൻ്റെ ബന്ധം യേശു ഇവിടെ വെച്ച് നിങ്ങളുമായി ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. എത്ര പേർ അതിൽ സന്തുഷ്ടരാണ്? ഇരുവരും ഒരു ദേഹമായി തീരുന്ന ബന്ധം. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ ആ പദം കരമുയർത്തി. ഇരുവരും, ഉറക്കെ പറഞ്ഞാണ്, ഇരുവരും ഒരു ദേഹമായി തീർന്ന ബന്ധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹ നിശ്ചയം ചെയ്ത മണവാട്ടി അവിടെ നിൽക്കുന്നു, വിവാഹം ചെയ്യപ്പെട്ട മണവാളൻ അവിടെ നിൽക്കുന്നു. ഇവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നോക്കിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ വിവാഹം കഴിക്കപ്പെട്ടവരുടെ ജീവിതം അറിയാവുന്നവർ പറ, വിവാഹം കഴിക്കപ്പെട്ടവരുടെ ജീവിതം എന്ന് അറിയാവുന്നവർ പറ, അങ്ങേ തലയ്ക്ക് ഇങ്ങേ തലയ്ക്ക് നിൽക്കുകയല്ല, ഞങ്ങൾ ഒരു ദേഹമാണ്. അങ്ങനെ പറയാൻ കർത്താവുമായിട്ട് എത്ര പേർക്ക് ബന്ധമുണ്ട്? ആ ബന്ധത്തിലേക്ക് നയിക്കാനായി ഈ ആലോചനയിലൂടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് പ്രവേശിച്ചവർ മാത്രം കരമടിച്ച് ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് പലരെയും കർത്താവ് ഇന്ന് അതിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബന്ധത്തിൽ ഞാൻ പറഞ്ഞിട്ടല്ല എൻ്റെ ഭർത്താവാകുന്ന കർത്താവ് വിഷയങ്ങൾ അറിയുന്നേ. ഇരുവരും ഒരു ദേഹമാണ്. ഒന്ന് പറഞ്ഞ വാക്ക്, ഇരുവരും ഒരു ദേഹമാണ്. ഹല്ലേലൂയ. ഈ ബന്ധം മണവാളനും മണവാട്ടിയും തമ്മിലില്ല. ഈ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നു, ഇരുവരും ഒരു ദേഹമായി തീരുന്നു. ഈ മർമ്മം വലിയത്. കർത്താവിനെയും അവൻ്റെ സഭയും ഓർത്താ ഞാൻ ഈ മർമ്മം പറയുന്നേ. എന്നാ പറഞ്ഞതിൻ്റെ ആശ്ചര്യം? എന്താ പറഞ്ഞതിൻ്റെ ചിന്ത? ഒരു വലിയ ബന്ധം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ ബന്ധം മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമല്ല. അതിനകത്ത് ഒരിക്കലും ഒരു ശരീരമാകുന്നില്ല. ഒരു ശരീരമാകുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെയാണ്. ആ ബന്ധത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞേ. ഇന്ന് എൻ്റെ ശരീരത്തിലെ രോഗം, എൻ്റെ രോഗം, എൻ്റെ കണ്ണ് നനയുന്ന സങ്കടം എൻ്റേതല്ല പൊന്നെ. ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ അറിയാവുന്നവർ എന്നോട് ചേർന്ന് പറ, ഇന്നെൻ്റെ കാല് മുട്ടിയിട്ടുള്ള ദുഃഖം എൻ്റേതല്ല, ഇരുവരും ഒരു ദേഹമാ. എത്ര പേര് സ്വീകരിച്ചോന്നറിയില്ല. ഇരുവരും ഒരു ദേഹമാ. എൻ്റെ വിഷയം അവൻ്റെ വിഷയമാ, എൻ്റെ കടഭാരം അവൻ്റെ കടഭാരമാ. നേരത്തെ മണവാളനും മണവാട്ടിയുമായിരുന്നു. അന്ന് എൻ്റേതും ഇൻഡിപെൻഡന്റ് ലൈഫായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡിപെൻഡന്റ് ലൈഫാണ്. ആശ്രയത്തിലുള്ള ജീവിതമാണ്. പണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇന്ന് ഞാൻ അവൻ്റെ കൂടെയാ. ഈ ബന്ധം പലരും ആരംഭിക്കുന്നു. അവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് തന്നെ ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. മണവാളനും മണവാട്ടി എന്ന് പറഞ്ഞ് രണ്ട് തോണിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ജീവിതം നയിക്കുന്ന ജീവിതം മാറിയിട്ട് ഇനി ആരെയെങ്കിലും കണ്ടാൽ ആകർഷിക്കപ്പെടുമോ എന്ന സന്ദേഹത്തിലുള്ള ജീവിതം മാറിയിട്ട് ആത്മമണവാളനുമായി അവനുമായി എനിക്ക് ഉഭയസമ്മതം നടത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറെ ഒരുവനാകേണ്ടതിന്
വേറെ ഒരുവന് ഞാനാകേണ്ടതിന് യേശുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം എന്ന ഭർത്താവുമായിട്ടുള്ള ബന്ധം തീർത്തിരിക്കുന്നു. ഒരു പുതിയ ഭർത്താവിനെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ ഭർത്താവിനെ ലഭിച്ചതിലൂടെ എൻ്റെ ദേഹം അവൻ്റെ ദേഹമായിരിക്കുന്നു. ഇരുവരും ഒരു ശരീരമായിരിക്കുന്നു. ആ റിലേഷൻഷിപ്പിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നു. എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ഭാര്യ ഭർത്തൃബന്ധത്തിലേക്ക് യേശുവിനോടൊപ്പം ഞാൻ പ്രവേശിക്കുന്നു. ഇരുവരും ഒരു ദേഹമായി തീരുന്ന എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ സകലത്തിൻ്റെ എത്ര പേര് കരം ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സകലത്തിൻ്റെ ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കുന്ന, എൻ്റെ സകലത്തിൻ്റെ ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കുന്ന ഒരു റിയൽ റിലേഷൻഷിപ്പിലേക്ക് ഇന്ന് വിശ്വാസത്താൽ ഞാൻ കയറുന്നു എന്ന് പറയുന്നവർ ആ കരം ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയ പിതാവേ, ഇപ്പോൾ തന്നെ മണവാളൻ മണവാട്ടി എന്ന ആശ മാറിയിട്ട് അവൻ എൻ്റെ പ്രാണപ്രിയനാ, എൻ്റെ മണവാളനല്ല, അവൻ എൻ്റെ ഭർത്താവാ, ഞാൻ അവൻ്റെ ഭാര്യ, ഞങ്ങളുടേത് ഒരു ദേഹമാണ് എന്ന ഉറപ്പിലേക്ക് ഈ നിന്റെ മക്കളെ നടത്തുന്നതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അതവർക്ക് സംഭവിക്കുന്നതിന് നന്ദി. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിച്ചതിന് നന്ദി. കരമടിച്ചത് യേശുവിന് നന്ദി പറഞ്ഞേ. ഇതക്കരെ ഇക്കരെ നിന്ന് ജീവിത കർത്താവിൻ്റെ മണവാട്ടി എപ്പോഴും എങ്ങനെയാണെന്നറിയോ? മണവാളൻ്റെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. പക്ഷെ ഭാര്യ എപ്പോഴും എങ്ങനെയാണെന്നറിയോ? ഭാര്യയ്ക്ക് സ്വപ്നമല്ല, ഭാര്യയ്ക്കത് വാസ്തവമാണ്. ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം സ്വപ്നമല്ല. നാളെ ഒരു നല്ല ഭാവിയല്ല, ഇന്നേ നിനക്ക് നല്ല ഭാവിയാണ്. കേട്ടവർക്കായി സ്തോത്രം. നാളെ ഒരു ദിവസം നിന്റെ കണ്ണുനീര് തുടയ്ക്കുകയല്ല, ഇന്നേ നിന്റെ കണ്ണുനീര് അവൻ തുടച്ചിരിക്കുകയാ. നാളെ നിന്റെ വേദന അവൻ മാറ്റുകയല്ല, ഇന്നേ നിന്റെ വേദന അവൻ എടുത്തു മാറ്റിയിരിക്കുകയാ. കരമടിച്ച ഈ ബന്ധത്തിൽ വന്നവര് കർത്താവിന് സ്തോത്രം ചെയ്തോ. വ്യക്തിപരമായ ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച നിന്റെ ഉള്ളതിലേക്ക് യേശു അയക്കുന്നു. ഇന്ന് യേശു നിന്നോട് പറയുന്നു, ഞാൻ നീയുമായിട്ടൊരു റിലേഷൻഷിപ്പ് ആരംഭിക്കുകയാണ്. ആര് തന്നെ നിന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. ഒരു യഥാർത്ഥ ബന്ധം ഞാനും നീയുമായിട്ടൊന്ന് ബിൽഡപ്പ് ആവുകയാണെന്ന് യേശു നിന്നോട് പറയുന്നു. അതിനുവേണ്ടിയുള്ള ഒരു പകർച്ച നിന്റെ മേൽ അടിക്കുന്നു. ഓ, അത് വന്ന് വീഴുന്നു. സ്വീകരിച്ചോ, 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 സ്വീകരിച്ചോ. പിടിച്ചോ, പിടിച്ചോ. അത് വർദ്ധിക്കട്ടെ. എറണാകുളത്ത് പാലാരിവട്ടത്ത് ഈ മകൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ നാളുകളായി തന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ പ്രയാസമായിരുന്നു എൻ്റെ കക്ഷത്തിലുള്ള വലിയൊരു മുഴ. എത്ര വലിപ്പം ഉണ്ടായിരുന്നു അതിന്? ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള മുഴയായിരുന്നു. പ്രാർത്ഥിച്ചപ്പം സൗഖ്യം കിട്ടി എനിക്ക്. ഇപ്പം അവിടെ മാറിപ്പോയി തപ്പി നോക്കിയോ? അവിടെ ഇല്ല, അവിടെ ഇല്ല, അവിടെ ഇല്ല. ശരിക്കും നോക്കിയോ? ശരിക്കും നോക്കി, പല പ്രാവശ്യം നോക്കിയോ? നോക്കി നോക്കി. ഇയാൾക്ക് തോന്നിയതാണെന്നറിയാം. വേറെ ആരെങ്കിലും വിളിച്ച് നോക്കിച്ചോ? ഒരാൾ ഇങ്ങോട്ട് വന്നാട്ടെ, ഒരാൾ ഇങ്ങോട്ട് വന്നാട്ടെ. ഈ പറയുന്ന സ്പോട്ടിലൊന്ന് നോക്കിയാട്ടെ. ഉണ്ടോ അവിടെ? ഇല്ല, ഇല്ല, ഇല്ല. യേശു എടുത്തു മാറ്റിയതാണ്. വലിയ ഭാരത്തിലായിരുന്നു. ഇതെന്തോ അല്ലേ? ശരിക്കും നല്ല ഭാരത്തിലായിരുന്നു, നല്ല ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് തന്നെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ഇപ്പം ഈ പനി പോലെ ക്യാൻസറൊക്കെ പടരുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള അങ്ങനെയാണോ എന്നൊക്കെ ഒന്ന് പേടിച്ചിരുന്നു ശരിക്കും. അങ്ങനെ പേടി പോലും ഇനി ആവശ്യമില്ല. കാരണം അതിൻ്റെ മൂല കാരണം കാണുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ദൈവം സൗഖ്യം തന്നു തന്നെ. ആരാ അത് ചെയ്തേ? യേശു കർത്താവ്. ഇന്ന് ടെലിവിഷനിലൂടെ നമ്മളെ കാണുന്നവരോട് പറയാനുള്ളത് എന്താ? ദൈവം എല്ലാത്തിനും അധ്യാപകനാണ്. എറണാകുളത്ത് ഈ മകള് വന്നപ്പോൾ ഈ ചിരിക്കുന്ന മുഖത്തോടെ അല്ല വന്നേ. ശനിയാഴ്ച തോറും എറണാകുളത്ത് നടക്കുന്ന മീറ്റിങ്ങിൽ വന്നപ്പോൾ കരഞ്ഞ് വിലപിച്ചാ വന്നേ. പക്ഷേ ഇപ്പം കണ്ടോ, ആ മുഖം മാറി. യേശു കൊടുത്ത സൗഖ്യമാണിത്. ഇന്ന് ലോകരാജ്യങ്ങൾ ഞങ്ങളെ ടെലിവിഷനിലൂടെ കാണുന്നവരെ ഈ കർത്താവ് ജീവിക്കുന്നു. ഈ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നു. ഈ മകളുടെ ഉറപ്പോടെ അല്ലേ? അതെ, തീർച്ചയായിട്ടും. യേശു എല്ലാത്തിനും അറിയണം. യേശു കർത്താവാണ് എല്ലാത്തിനും അധ്യാപകനായിട്ടുള്ളവനാണെന്ന്
അറിയാം. ഒരു സംശയം വേണ്ട, ഉറപ്പോടെ ആ മകൾ സാക്ഷീകരിക്കുന്നു. നിങ്ങളുടെ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ഇന്ന് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മകൾ എങ്ങനെ ടെൻഷനിലായിരുന്നു അതുപോലെ ടെൻഷനിലായിരിക്കുന്നവരെ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. അവരെ വിടുവിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ക്രൂശിൽ സകലവും അങ്ങ് ചെയ്തു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ആരോഗ്യം, അതിൻ്റെ സൗഖ്യം, അതിൻ്റെ തേജസ് നിൻ്റെ മക്കൾ അനുഭവിക്കട്ടെ. അതിനായിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ അത്ഭുതം നിങ്ങളെ തേടി വന്നിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് ഗ്രേസ് ടൈം. ആമേൻ.